എരിപൊരി ആക്രാന്തം. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. അക്കഥയുണ്ണാതങ്ങു നടക്കും മടിയനൊരാക്രാന്തം, ചെളിപുരളാത്തൊരു കതറുകയറ്റാൻ എരിപൊരിയാക്രാന്തം. എരിപൊരിയാക്രാന്തം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച നമ്മളെ ഇഡ്ഡലി ഗോപാലിൻ്റെ ഹോട്ടലില്ലേ, അവിടെ പഴകിയ ചോറ് കൊണ്ടുവരും ഇഡ്ഡലി ഉണ്ടാക്കുന്നു. ഇതാ അതിൽ പറയുന്നു. അങ്ങനെയല്ല, ചോറ് ബാക്കിയായാൽ അതിന് കൊണ്ട് ദോശയാക്കും. ഈ ദോശ ബാക്കിയായാൽ അത് വ്യത്യാസം ഇഡ്ഡലിയാക്കും. നമ്മളിപ്പം കഴിച്ച ഇഡ്ഡലിയില്ലേ 3 ദിവസം പഴക്കമില്ല ഇഡ്ഡലിയാന്ന്. എന്തിപ്പോ ഇത് എനിക്ക് മനസ്സിലാക്കുന്ന എനിക്ക് അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അത് ചോദിച്ചിട്ടെൻ്റെ കാര്യം. ചോദിക്കണം, ഇപ്പം തന്നെ പോവാ. അല്ല, യൂട്യൂബിൽ നിങ്ങൾ കുറേ കാര്യം പറഞ്ഞു നിങ്ങളുടെ ഇഡ്ഡലിയെ പറ്റിയിട്ട്. ഇതെല്ലാം ശരി തന്നെയാണോ? ശരിയല്ലാണ്ട് പിന്നെ എല്ലാം ഉള്ളതെന്നെ ഞാൻ പറഞ്ഞുള്ളൂ. മിനിയാത്ത ചോറുണ്ടോ ഇഡ്ഡലി ഉണ്ടാക്കല്? ആ പുളിച്ച ഇഡ്ഡലി ഇഡ്ഡലി പിന്നെ പുളിക്കാണ്ട് അരിയും ഉഴുന്നും എല്ലാം തലേന്ന് ഇട്ട് പുളിപ്പിച്ച് അതിൻ്റെ കൂടെ തലേന്നത്തെ ദോശകളെ കൂട്ടിയിട്ട് നല്ല പുളിപ്പിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി ഞാനിവിടെ വിളമ്പുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഗോപാലേട്ടാ, ഈ ഇഡ്ഡലി വാക്കിയാല് നിങ്ങൾ എന്താ ചെയ്യല്? ഇഡ്ഡലി വാക്കിയാല് നമ്മൾ തേങ്ങാക്കൊത്തും ഏലക്കായും ജീരകവും എല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് കാലത്തപ്പം ഉണ്ടാക്കും. ആ കാലത്തപ്പാണ് നിങ്ങൾ പാർസൽ വാങ്ങിച്ചു വെച്ചത്. ഇഡലി ഗോപാലന്റെ ഇഡലി രഹസ്യം വൈറലാക്കി നിങ്ങൾക്ക് ജിൽജിത്തിന്റെയും ബിൽജിത്തിന്റെയും നമസ്കാരം. നമസ്കാരം. ഇതാ ഇഡലി ഗോപാലന്റെ ഹോട്ടലിലേക്ക് ഞങ്ങൾ ആദ്യം വന്നിരിക്കുന്നു. ഇഡ്ലി ചുട്ടു ചുട്ട് കോടീശ്വരനായ ഒരു മനുഷ്യൻ. സാമ്പാറും മുങ്ങിക്കിടക്കുന്ന ഇഡ്ലി, ചട്നിയിൽ പൊങ്ങിക്കിടക്കുന്ന ഇഡ്ലി. ഗോപാലത്തിന്റെ ഹോട്ടലിലെ അത്ഭുത കാഴ്ചകളാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. കരിച്ചതും പൊരിച്ചതും അരിച്ചതും പൊടിച്ചതും എത്ര കഴിച്ചാലും കീശക്കാരിയാവില്ല. ഒരു പൊരിച്ച ഫുൾ ചിക്കന് വെറും 200 രൂപ. ഇത്ര വില കുറച്ചിട്ട് കേരളത്തിൽ എവിടെ കിട്ടും? ഗോപാലേട്ടാ, നിങ്ങളെ ഹോട്ടലിൽ ഇത്ര വില കുറച്ചിട്ട് ഈ ചിക്കൻ കൊടുക്കാൻ എന്റെ രഹസ്യം എന്താണ്? അതോ, ഞാൻ ഉണ്ടാക്കേണ്ട എല്ലാം ഉണ്ടാക്കി 3 സംസ്ഥാനങ്ങളായിട്ട് 16ഓളം 3 സ്റ്റാറും 4 സ്റ്റാറും ആയ ഹോട്ടൽ എനിക്കുണ്ട്. പക്ഷേ എന്നിട്ടും ഈ തുടങ്ങിയ ഹോട്ടൽ ഞാൻ ഇതുവരെ കൂട്ടിയിട്ടില്ല. അതാണ് ഇഡ്ഡലി ഗോപാലൻ. ഗോപാലേട്ടാ, ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഉണ്ട്. ഞാൻ മരണപ്പെട്ടാലേ എൻ്റെ അടിയന്തരത്തിന് ജീവനുള്ള കോഴീനെ കൊന്നിട്ട് കറിയാക്കിയിട്ട് ഇഷ്ടം പോലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. അതെന്താ അങ്ങനെ ജീവനുള്ള കോഴി? അതെ, എൻ്റെ ഹോട്ടലിൽ ഫാമിന്ന് ചത്ത കോഴീനെയാണ് തരല്. അത് അവർ പകുതി വിലക്ക് തരുകയും ചെയ്യും. അതാണ് ഞാനിവിടെ കറി വെക്കുന്നത്. അതാണ് ഈ കിടക്കുന്നതും. നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്നുമില്ലല്ലോ.
എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ, എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ.